നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാം രാശിയിലായിരുന്നു. തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ്. തുലാം 10 സൂര്യന് അതിനീചവുമായിരുന്നു. പ്രായണ ഒരു ഗ്രഹം തൻ്റെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം, ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല. കാരണം ഗ്രഹത്തിന് ബലമില്ല. നീചഗ്രഹേ അധപ്പതനം സവൃത്തേഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം. ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം, തനിക്ക് പതനമുണ്ടാകുന്നു. സ്വവൃത്തേഹി, തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത്. ദൈന്യം, ദീനത, തൻ്റെ ദുഃഖം മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. ദുരാചാരം, അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി. ഋണാപ്തിമാഹുഹു, അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും, കടത്തിൽ മുങ്ങിപ്പോകും. നീചാശ്രയം, പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകും. കീകടദേശവാസം, പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ വരും. ഭൃത്യത്വം, പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും. അനർത്ഥകാര്യം, അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്നുപെടും. അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. പല അനർത്ഥങ്ങളിൽ, അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം, അല്ലെങ്കിൽ നാശങ്ങളുമാകാം. അധ്വാനം, അനാവശ്യമായ അധ്വാനങ്ങൾ ഉണ്ടാവുക, തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം നീച രാശിയിൽ പ്രവേശിക്കുമ്പോൾ. ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ. അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു. ശുക്രൻ നീചരാശി കഴിഞ്ഞു. ഗ്രഹങ്ങളൊക്കെ ബലത്തോടുകൂടി വരികയാണ്. ഇവിടെ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ. ശത്രു മന്ദസിത സമ ശശിസുതോ മിത്രാണി ശേഷാ രവേഹെ. അല്ലേ, ശത്രു മന്ദസിതോ, തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ്. സമ ശശിസുത, ബുധനാണെങ്കിൽ സമനാകുന്നു. മിത്രാണി ശേഷാ രവേഹെ, ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ്? ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ്. അതിനാൽ സൂര്യൻ സുഹൃക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട്. നീചസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സുഹൃക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വൃശ്ചികം 1 ധാരാളം പ്രത്യേകതകളുണ്ട്. വൃശ്ചികം 1 ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ്. അതിനാൽ ജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടുകൂടെ അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം. വൃശ്ചിക മാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം, വൃശ്ചിക മാസ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ്. ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1201 തുലാമാസം 30-ാം തീയതി, അതായത് 2025 നവംബർ മാസം 16-ാം തീയതി ഉച്ചയ്ക്ക് 1:30 വൃശ്ചിക രവി സംക്രമം, വൃശ്ചിയിലേക്ക് രവി സംക്രമിക്കുന്നത്. സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ്. അതിനാൽ തുലാമാസം 30-ാം തീയതിയും വൃശ്ചികം 1-ാം തീയതിയും ധർമ്മദൈവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക. അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ വൃശ്ചിക രാശിയിലെ ഫലം ഇപ്രകാരമാണ്. ക്രൂര സാഹസികോ വിഷാർജിതധനഃ ശസ്ത്രാന്തക അളിസ്ഥിതേ. അളി വൃശ്ചികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ. ക്രൂരഹ, അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും, വിഷമ സ്വഭാവം പ്രകടിപ്പിക്കും. സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ച് വന്നാൽ അഘരതം, പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചൊവ്വാക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത പ്രകടിപ്പിക്കും. സാഹസിക, യത്കാര്യം ദ്വഹ അസമീക്ഷ കരോതി സഹ സാഹസിക. അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും. ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സാഹസിക, യത്കാര്യം യഹ
അസമീക്ഷ കരോതി സഹ സാഹസിക. ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത്. വിഷാർജിതനഹ, തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു. അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകളാകാം, അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ. ഇതൊക്കെ എന്താണ്? വിഷമാകുന്നു. ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം. അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ്, ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഗ്യാസ്, ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ്, ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ശസ്ത്രാന്തക, ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക. പലപ്പോഴും സർജറി, ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ. വൃശ്ചിക രാശിയുടെ എംബ്ലം തന്നെ എന്താണ്? തേളാണ്. വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ പോലെ ആയിപ്പോവും? താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കണം. ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക. പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക, എല്ലാവരും പരിത്യജിക്കുക. ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട്. എപ്പോഴും തൻ്റെ കാര്യം നോക്കുക. സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ, പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദിത്യൻ്റെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാണ് മിഥുനം രാശി. ഇവിടെ മിഥുനം രാശിക്കാർക്ക് ആദ്യത്തിൽ നിൽക്കുന്നത് അതിശക്തമായി 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് വളരെയധികം വളരുവാനുള്ള ഭാവമാണ്. അതൊരു ഉപജയ ഭാവം എന്ന് പറയും. എന്തൊക്കെയാണ് ഉപജയ ഭാവങ്ങൾ? 3, 6, 10, 11 ഭാവങ്ങളെ ഉപജയ ഭാവങ്ങൾ എന്ന് പറയുന്നു. അതിനാൽ ഉപജയ ഭാവത്തിൻ്റെ അധിപനായി തൻ്റെ സുക്ഷേത്രത്തിൽ നിൽക്കുന്ന സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. ആർക്ക്? മിഥുനം രാശിക്കാർക്ക്. ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് സൂര്യൻ എന്ന് നിങ്ങൾ അറിയണം. മിഥുനം രാശിക്കാർക്ക് 3-ാം ഭാവത്തിൻ്റെ ചിങ്ങത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് സൂര്യൻ. ആ സൂര്യൻ ശക്തനായി 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും, ഒരു സംശയവുമില്ല. തൻ്റെ ആക്ഷന് കാഠിന്യം കൂടാതെ നോക്കണം. അല്ലെങ്കിൽ പലപ്പോഴും വലിയ വഴക്കിലും വക്കാണത്തിനുമൊക്കെ പോയി ഇടപെട്ട് ശത്രുക്കളെ നശിപ്പിക്കുന്നൊരവസ്ഥ വരും. ഈ സമയത്ത് പോലീസ് ഓഫീസർമാർ, മിലിറ്ററി ഓഫീസർമാരൊക്കെ വളരെയധികം സംയമനം പാലിച്ചില്ലെങ്കിൽ വലിയ വലിയ ക്ലേശങ്ങൾ, ശത്രുവിനെ ഇടിച്ച് നിരത്തേണ്ടുന്ന അവസ്ഥ വരും. പെട്ടെന്ന് അവരുടെ ജോലി സസ്പെൻഷനൊക്കെ മാറപ്പെടും. ബോർഡറിൽ രാജ്യത്തേക്കാകുന്ന സൈനികരൊക്കെ യുദ്ധസന്നദ്ധരായി തൻ്റെ എതിരാളിയെ ഏറ്റുമുട്ടി പരാജയപ്പെടുത്തേണ്ടുന്ന സമയം കൂടിയാണിതെന്ന് നിങ്ങൾ അറിയുക. വളരെയധികം നല്ല ഫലങ്ങളാണ് 6-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ. വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബലവാൻ ശത്രു ജിതശ്ച ശത്രുയാതേ. അദ്ദേഹം ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ചമത്കാരി ചിന്താമണിയിൽ കുറേ കൂടി കൂലങ്കഷമായ ഒരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. രിപുധ്വംസകത് ഭാസ്കരോ യക്ഷിശ്രേഷ്ഠേ തനോദിവ്യം രാജതോ മിത്രോദവ. ശത്രുക്കളെ നശിപ്പിക്കുന്നു 6-ൽ സൂര്യൻ വരുമ്പോൾ. തനോദിവ്യം രാജതോ മിത്രോദവ. രാജാവ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തന്നെ ധനം എന്ത് ചെയ്യും? ധാരാളം ചെലവഴിക്കും. അതിനാൽ ധാരാളം കാശ് തനിക്ക് സമ്പാദിച്ച് അവർക്ക് വേണ്ടി ലാവിഷായി ചെലവഴിക്കുന്ന അവസ്ഥയൊക്കെ വരും. അവരെയും കൂട്ടി വലിയ ജോലിയായി സഞ്ചരിക്കുക, കാശ് അടിച്ച് പൊളിക്കുക, കാശിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പാലിക്കാതെ മുന്നോട്ട് നീങ്ങുന്ന സമയമാണ്. കുലേ മാതുരാപ ചതുഷ്പാതയോവ. അമ്മയുടെ കുലത്തിൽ നാൽക്കാലികളെ കൊണ്ട്, വാഹനങ്ങളെ കൊണ്ട് അപകടമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ഇവിടെ മിഥുനരാശിക്കാർ ശ്രദ്ധിക്കണം. അവരുടെ 4-ാം ഭാവം ധർമ്മദൈവം തൻ്റെ ഗൃഹം, തറവാടൊക്കെ ചിന്തിക്കേണ്ട ഗൃഹമാണ്. സൂര്യനോടുകൂടി 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ വാഹനാപകടമായാലും അല്ലെങ്കിൽ നാൽക്കാലികളായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും വളരെയധികം അപകടങ്ങൾ വരും. ശ്രദ്ധിക്കണം. ഡയറി ഫാമൊക്കെ നടത്തുന്ന വ്യക്തികളൊക്കെ തന്നെ വളരെയധികം ധനനഷ്ടമുണ്ടാകുന്ന മാസമാണ്. എന്തെങ്കിലും നാൽക്കാലികൾക്ക് രോഗമുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുക, ഇൻഷുർ നിർബന്ധമായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ വലിയ ധനനഷ്ടം വരും. ആർക്ക്? മിഥുനം രാശിക്കാർക്ക്. പ്രയാണേ നിഷാദേഹി വിഷാദം ലഭ്യത. വഴിയിൽ വെച്ച് കാട്ടാളരാൽ അപകടമുണ്ടാകും. മിഥുനം രാശി നിശാരാശിയാണ്. ഒരിക്കലും വലിയ നഗരങ്ങളിൽ നിന്നൊക്കെ സഞ്ചരിച്ച് അസമയത്ത് വീട്ടിലേക്ക് കയറാതിരിക്കുക. വീട്ടിൽ കയറുമ്പോൾ അതിനു മുമ്പ് പബ്ലിക് റോഡിൽ വെച്ച് നമ്മൾ വാഹനം ആക്രമിക്കുക, ഡെയിലി
നൂറുകണക്കിന് വാർത്തകളാണ് നാം വായിക്കുന്നത്. വിവേകമില്ലാത്ത വ്യക്തികളാണ് നിഷാദന്മാർ, കാട്ടാളന്മാർ. അവരുടെ സംസ്കാരം അതാണ്. തൽക്കാലം പിടിച്ചു പറിച്ച് കാശ് കൊണ്ടുപോകണമെന്നല്ലാതെ മറ്റൊരു ചിന്തയുമില്ലാത്തവർ. ആരെ കൊന്നും കാശ് വാങ്ങുന്നവരാണ്, പിടിച്ചു പറിക്കുന്നവരാണ്, തട്ടിപ്പുകാരാണ്. അവരുടെ ഇടയിൽ പെട്ടുപോകും താൻ. പരഹസ്തഗതം ധനം എന്നാണ്. അന്യൻ്റെ കൈവശം കാശ് പോയാൽ അത് തിരിച്ചു വരില്ല. അതിന് നമുക്ക് ജ്യോതിഷമൊന്നും അറിയേണ്ട. എവിടെയോ യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളാണ് അദ്ദേഹത്തെ ചതിച്ചു പോയത്. അതിനാൽ വളരെയധികം സാമ്പത്തിക വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. 3-ാം ഭാവാധിപൻ 6-ലാണ്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്രകാരം സഹായികളെല്ലാം തന്നെ നിസ്സാര കാര്യത്തിന് താനുമായി പിണങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്, ആവേശം മദ്യം കാണിക്കാൻ പാടില്ല. ഒരു മീഡിയം ആവേശം കാണിച്ചാൽ ഈ ഒരു വൃശ്ചിക മാസക്കാലം മിഥുനൻ രാശിക്കാർക്ക് അങ്ങേയറ്റം ശുഭമാണെന്നറിയുക. ഓം നമഃ ശിവായ അല്ലെങ്കിൽ ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. ദേഹവിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നിർബന്ധമായും നല്ലൊരു ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ, പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. നന്ദി, നമസ്തേ.